നമസ്കാരം. കൊല്ലം വലിയ കൂനമ്പായിക്കുളം ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ നക്ഷത്ര സത്ര ഇഷ്ടിയാഗം നടക്കുകയാണ്. ഇന്ന് ഈ മഹായാഗത്തിന് അഗ്നി ജ്വലിപ്പിച്ചത് അരണി കടഞ്ഞാണ്. കാണാം വിശദമായ വാർത്തകളിലേക്ക്. യാഗങ്ങളും ഉപയാഗങ്ങളും പൊതുവെ ഇന്ദ്രനെയും അഗ്നിയെയും മറ്റും സ്തുതിക്കുന്ന വൈദിക ക്രിയകളാണ്. വേദകാലത്ത് അഗ്നിയെ ആസ്പദമാക്കി യാഗങ്ങൾ നടത്തിയിരുന്നു. ഈ യാഗത്തിനായി ഉപയോഗിക്കേണ്ടുന്ന അഗ്നിയെ തെളിയിക്കേണ്ടത് ശുദ്ധമായ അഗ്നിയിലായിരിക്കണമെന്നതാണ് വിശ്വാസം. അങ്ങനെ അഗ്നി ഉണ്ടാകണമെങ്കിൽ അരണി കടയുക തന്നെ വേണം. നക്ഷത്ര സത്ര ഇഷ്ടിയാഗം മലയാള മണ്ണിൽ ആദ്യമായിട്ടാണ് നടക്കുന്നത്. ഈ യാഗത്തിനായി അഗ്നി ജ്വലിപ്പിക്കുന്നത് അരണി കടഞ്ഞാണ്. ഇത് തന്നെയാണ് ഈ യാഗത്തിന് ഏറ്റവും കൂടുതൽ പവിത്രതയേകുന്നതും. ശ്രുതി സ്മൃതി പാരമ്പര്യത്തിൽ അഗ്നിദേവനെ ആവാഹനം ചെയ്യുന്നത് തൊട്ടടുത്ത് ലഭിക്കുന്ന അഗ്നി ഉപയോഗിച്ചല്ല, പകരം ശുദ്ധമായ അരണിയിൽ നിന്ന് കടഞ്ഞ് അഗ്നി ഉണർത്തി അതിൽ ഹോമങ്ങൾ അർപ്പിക്കണം. അരണിയിൽ നിന്നും അഗ്നി ഉണർത്തുമ്പോൾ ഭൂമിയിലെ മനുഷ്യനും പ്രപഞ്ചത്തിലെ ദൈവങ്ങളുമായി ആദ്യ ബന്ധം സ്ഥാപിക്കുന്നുവെന്നാണ് കണക്കാക്കുന്നത്. അരണി കടയുമ്പോൾ മുകളിൽ കൈവച്ച മുളയെ ഉപരണിയെന്നും ഈ ഉപരണിയെ പുരുഷനായും താഴെയുള്ള മുളയെ അധരണിയെന്നും ഈ അധരണിയെ സ്ത്രീയായും സങ്കല്പിക്കുന്നു. ഈ രണ്ട് അരണികൾക്കും മധ്യഭാഗത്ത് ഘർഷണം ഉണ്ടാകുമ്പോൾ പ്രണയം കൊണ്ട് പിറക്കുന്ന പ്രാണശക്തിയായ അഗ്നി ജനിക്കുന്നുവെന്നാണ് വിശ്വാസം. അരണിയിൽ നിന്നും ജനിക്കുന്ന അഗ്നി പുതിയ അഗ്നിയായതിനാൽ ഇത് വളരെ ശുദ്ധമാണ്. ഇങ്ങനെ ലഭിക്കുന്ന പുതിയ അഗ്നിയിലാണ് യാഗം തുടങ്ങേണ്ടത്. അഗ്നി ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി ശക്തിയും ശുദ്ധീകരണ ശക്തിയുമാണ്. അതിനാൽ ശുദ്ധമായ മാർഗത്തിലൂടെ ആ അഗ്നിയെ ജനിപ്പിക്കണമെന്നതാണ് ഈ ആചാരത്തിന്റെ ഐതിക വൃത്താന്തം. കൊല്ലം വലിയ കൂനമ്പായിക്കുളം അമ്മയ്ക്ക് അനന്തകോടി പ്രണാമങ്ങളോടെ ന്യൂസ് ബ്യൂറോ, ഫേസ് ടു ഫേസ് മീഡിയ, കൊല്ലം.